കൽപ്പന ലംഘിച്ച് മുന്നോട്ട് വന്നാൽ വെടിവെച്ച് കൊല്ലുമെന്ന കേണൽ വാട്സന്റെ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ നിന്ന് നെഞ്ചുവരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് എന്നെ വെടിവെക്കൂ. തിരുവിതാംകൂറിലെ രാജവീതികളെ വിറപ്പിച്ച ബ്രിട്ടീഷ് തോക്കുകളെ നിശബ്ദമാക്കിയ ധീരവനിത അക്കാമ്മ ചെറിയാൻ. 1909 കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ച അക്കാമ്മ ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. എന്നാൽ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിരോധിക്കപ്പെട്ടപ്പോൾ ഉത്തരവാദ ഭരണത്തിനായി അവർ പോരാട്ട വീതിയിലേക്ക് ഇറങ്ങി. സമര നേതാക്കൾ ഓരോരുത്തരായി ജയിലിലായപ്പോൾ 12ാമത്തെ പ്രസിഡന്റായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1938 ഒക്ടോബറിൽ തമ്പാനൂരിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിലേക്ക് 10,000ങ്ങളെ നയിച്ച് അവർ നടത്തിയ രാജധാനി മാർച്ച് ചരിത്രമാണ്. വെള്ളഖദറും ഗാന്ധി തൊപ്പിയും ധരിച്ച ആ സമരസേനയെ നയിച്ച അക്കാമ്മയെ കണ്ട് EM കോവൂർ വിശേഷിപ്പിച്ചത് അധർമ്മത്തെ ചവിട്ടിമെതിക്കുന്ന ദുർഗാദേവി എന്നാണ്. അവരുടെ ധീരത കണ്ട് മഹാത്മാഗാന്ധിയാണ് അവരെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിളിച്ചത്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും അവർ അറിയപ്പെടുന്നു. സ്ത്രീകളെ സമരസജ്ജരാക്കാൻ ദേശസേവികാ സംഘം രൂപീകരിച്ചതും അക്കാമ്മയാണ്. സ്വതന്ത്രാനന്തരം 1947 കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ പോരാട്ട സ്മരണകൾ, ജീവിതം ഒരു സമരം, 1114ന്റെ കഥ എന്നീ പുസ്തകങ്ങളിലൂടെ അവർ നമുക്ക് പകർന്നു നൽകി. 1982 മെയ് 5 ആ ധീര വിപ്ലവകാരി ലോകത്തോട് വിട പറഞ്ഞു. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് തലയുയർത്തി നിൽക്കുന്ന അക്കാമ്മ ചെറിയാന്റെ പ്രതിമ ഇന്നും ആ പോരാട്ട വീര്യത്തിന്റെ സ്മരണ പുതുക്കുന്നു. ധീരതയുടെ ഈ പെൺകരുത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വിമൺ ഓഫ് ദ വീക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ധീരവനിതയുടെ ചരിത്രവുമായി വീണ്ടും കാണാം.